കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി വചനദീപ്തി സാക്ഷികൂടാരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കർത്താവിന്റെ ദാസൻ അനീഷ് പാമ്പാടി നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരേ ബൈബിൾ കോളേജിൽ പഠിച്ചവരാണ്. ചില വർഷങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ദാസൻ ഇന്ന് കർത്തൃവേലയിൽ വ്യാപൃതനായിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ നമ്മോടടുത്ത് കടന്നു വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ലൈവിലും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇതര മീഡിയകളിലൂടെയും ഒക്കെ ഈ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിഭിന്നങ്ങളായ അനുഭവങ്ങൾ കർത്താവ് തന്ന് നമ്മെ നടത്തുമ്പോൾ കർത്താവിന്റെ ദാസന്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സ്നേഹത്തോടെ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്തദാസനെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ അഭിഷിക്ത വൃത്തിനെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ അവിടെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു കൊടുത്ത സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുത്തി പാപാന്ധകാരത്തിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നൊക്കെയും ഞങ്ങളെ കരകയറ്റി ആർക്കും വേണ്ടാതിരുന്ന സ്ഥാനത്ത് അങ്ങയുടെ രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. എല്ലാറ്റിനായിട്ട് നന്ദി പറയുന്നു. ഈ സന്ധ്യാവേളയെങ്കിൽ അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി അവിടുത്തെ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. തൻ്റെ ദാസനെയും ദാസിയെയും കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തൻ്റെ ദാസന്റെ സാക്ഷ്യം ഇന്ന് കേൾക്കുന്ന ഓരോ പ്രേക്ഷകർക്കും ഏറ്റവും അനുഗ്രഹമാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഫേസ്ബുക്ക് ലൈവ്, അപ്പോൾ തന്നെ ആയിരിക്കുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനല്, കർത്താവെ, ഇതിലൂടെയും മറ്റ് ഇതര മീഡിയകളിലൂടെയും ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യങ്ങൾ വളരെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കണമേ. കർത്താവെ, ഈ മീഡിയയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കണമേ. വചനദീപ്തിയുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് മാനിക്കണമേ. ഇത്രത്തോളം ഇതിനെ നയിച്ചു കൊണ്ടുപോകുവാൻ തക്കവണ്ണം ദൈവാടികളുടെ മേലും തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദയയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്ത് നിന്നും കർത്താവിന്റെ ദാസൻ അനീഷ് പാമ്പാടിയാണ് നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്തദാസനെ ഇന്ന് ഈ സന്ധ്യാവേളയെങ്കിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവജനങ്ങൾ, എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ രാത്രി വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ ഒരുമിച്ച് കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ഈ രാത്രി സർവകൃപാലുവായ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും തിരുവല്ല നവജ്യോദയം ബൈബിൾ കോളേജിൽ നിന്ന് ദൈവദിനം പഠിക്കുവാൻ സ്വർഗദൈവം അവസരത്തെ ഒരുക്കിയ ആ നല്ല കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്തദാസി 90-91 കാലഘട്ടത്തിൽ ദൈവദിനം പഠിക്കുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. അതിനുശേഷം വടക്കേ ഇന്ത്യയിലും കേരളത്തിൽ വിവിധ ഇടങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. കൂട്ട നൽകിയ കർത്തദാസൻ തോമസ് തോട്ടി പാസ്റ്ററായും സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി കർത്താവിന്റെ വേറുള്ള ബന്ധത്തിൽ വളരെ ശക്തിയോടുകൂടി ആയിരിക്കുന്നത് കേൾപ്പാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. നൽകിയ തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മോൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മോൾ കുടുംബമായി ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം അവരെയും കൃപകളിൽ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്തദാസനും കർത്തദാസിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. എൻ്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവവചനം ഞാൻ കർത്തദാസി പഠിച്ച ബൈബിൾ കോളേജിൽ 2000 പഠിക്കുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. അതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി മറ്റുള്ള
പക്ഷേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നു വരുന്നതിന് മുൻപായിട്ട് ജീവിതത്തിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. ധാരാളം ഉണ്ട്. ബാല്യകാലത്തിലെ അതിലേക്ക് ഒരു സ്മരണകളെ ഒന്ന് ഓർത്തെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ആകാംക്ഷ കാണും, ഇങ്ങനെയൊക്കെ ചുമ്മാതെ ചെറുപ്പക്കാരെടുത്ത് ചാടുമോ എന്നുള്ളത്. അപ്പം ആ ഒരു അനുഭവം ഒന്ന് പങ്കിട്ടതിന് ശേഷം കർത്തദാസൻ ആ, ആ, തുടർന്നാട്ടെ. ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും ഞാൻ 2000-ലാണ് ആ ബൈബിൾ കോളേജിൽ പഠിച്ചത്. ഒത്തിരി പ്രത്യേകതകൾ എനിക്ക് ആ ബൈബിൾ കോളേജിൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രത്യേകതയിലേക്ക് ഞാൻ വരാം. എന്റെ അനുഭവസാക്ഷ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഒരു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വീറുറ്റ ആളുകളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന ഒരു സാക്ഷ്യം എനിക്ക് പറയാനില്ല. ഞാനൊരു മോഷണ കേസിലെയും പ്രതിയല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു കുത്തുകേസിലെയും പ്രതിയല്ല. എന്നുവെച്ചാൽ ആളുകളെ ഉപദ്രവിച്ചുള്ള ഒരു കേസിലെയും പ്രതിയല്ല. ഇന്ന് വരെ ദൈവത്തിന്റെ കൃപയാൽ ഒരു കേസിലെയും പ്രതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ, ഒരു കോടതിയിൽ കയറി ഇറങ്ങുവാൻ ഇട വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ദൈവവചനം എടുക്കുവാനുള്ള കാരണം എന്ന് ഇനി ഞാൻ പറയാൻ പോകുക. പലരും പറഞ്ഞു കേട്ടുണ്ട്, ഞാൻ 50 അല്ലെങ്കിൽ 50 മോഷണ കേസിലെ പ്രതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു സാക്ഷ്യവും അങ്ങനെ എനിക്ക് പറയാനില്ല. ഞാനായത് കർത്താവിന്റെ കൃപയാല. സ്തോത്രം. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ, ചിറ്റാർ എന്ന ചെറിയ പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ ദൈവ കർത്താവ് അവസരത്തെ ഒരുക്കി. പ്രോപ്പർ ചിറ്റാറ് പെരുന്നാട് പഞ്ചായത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അതായത് ശബരിമലയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്താണ്. വളരെ പണ്ട് ആ ശബരിമലയൊക്കെ എൻ്റെ വാർഡായിരുന്നു പണ്ട്, വളരെ പണ്ട്. അതിനുശേഷമാണ് വാർഡുകൾ വിഭജിച്ചപ്പോൾ ഇപ്പൊ ശബരിമലയും പമ്പയൊക്കെ മറ്റൊരു വാർഡെങ്കിലും ഇപ്പോഴും ശബരിമലയും പമ്പയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്താണ്. ഞങ്ങളുടെ വഴിയൂടെ മാത്രമേ വരുന്നവർക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു നവോദയ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം സാധാരണ ആൺകുട്ടികൾക്ക് ഒരു 13-14 വയസ്സാകുമ്പോൾ ആൺകുട്ടികളുടെ ശബ്ദം മാറി ഒരു പുരുഷ സ്വരത്തിലേക്ക് വരും. പുരുഷ സ്വരത്തിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. എന്നാൽ ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ച് ഒരു പനി എനിക്ക് വരികയും അതോടുകൂടി എൻ്റെ ഒച്ച അടച്ചുപോയി. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സംസാരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുപോലെ എൻ്റെ ഒച്ച അടച്ചു. വളരെ ബുദ്ധിമുട്ടും പ്രയാസവും എനിക്ക് നേരിട്ടു. അല്പമല്ലാത്ത ലോകത്തിന്റെ ഇമ്പങ്ങളിലൊക്കെ പോയെങ്കിലും അന്നും എൻ്റെ അമ്മ ഒരു ആത്മീയമായിട്ടൊരു വലിയൊരു തീഷ്ണതയിൽ നിൽക്കുന്ന ഒരു മാതാവ് അല്ലെങ്കിൽ പോലും അന്നും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പല സന്ദർഭങ്ങൾ ദൈവവഴി വിട്ട് ഞാൻ ഇച്ചിരി മുമ്പോട്ട് പോയപ്പോഴും എൻ്റെ അമ്മയെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എൻ്റെ കുഞ്ഞിലെ എൻ്റെ വീടിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ പിതാവ് നല്ലൊരു മദ്യപാനിയാ. നന്നായി ഞങ്ങളുടെ നാട്ടിൽ പണം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷെ അത് മൊത്തം ആ ഒരു ലെവലിലേക്ക് അങ്ങ് പോകുക. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കും. അത് കണ്ട ഞാൻ വളർന്നത് പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ചെറിയൊരു വീട്, ചാക്ക് ഷീറ്റാക്കി അതിനുശേഷം ആ ഒരു അവസ്ഥയിൽ ജീവിതം മുൻപോട്ട് തള്ളി നീക്കുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ജീവിതം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ 2000
ജനുവരി മാസം 7-ാം തീയതി വളരെ 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 യാദൃശ്യ കോഴഞ്ചേരിയിലുള്ള പട്ടേരിൽ ഒലിവ് സിൽക്ക് ഹൗസ് ഉടമ സുഗുവച്ചാന്റെ വീട്ടിൽ എനിക്കൊന്ന് പോകേണ്ടി വന്നു, ഞാനും എൻ്റെ അമ്മയും കൂടെ. ഒരു വെള്ളിയാഴ്ചയാണെന്ന്. അച്ഛൻ അന്ന് കടയിലാണ്. ആന്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങള് അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ച് കടയിൽ വന്നു. അച്ഛൻ ഞങ്ങളെ ആ കടയിൽ കൊണ്ടുവന്നു. അമ്മ ഒരല്പസമയം അവിടുത്തെ സ്റ്റാഫിനോടൊക്കെ പരിചയം ഉള്ളത് കാരണം വർത്താനം പറയാൻ അങ്ങോട്ട് മാറി. കിട്ടിയ ഒരു 10-15 മിനിറ്റ് പട്ടേലിലെ സുഗുവച്ചാൻ എന്നോട് ദൈവവചനം എന്നോട് പറഞ്ഞു. എന്റെ തെറ്റിനെ കുറിച്ച് എനിക്ക് ബോധ്യം വന്നു. കർത്താവ് എനിക്ക് വേണ്ടിയാണ് തന്റെ അവസാനത്തുള്ള രക്തം വരെയും കാൽവരി ക്രൂശിൽ ഊറ്റി തന്നത് എന്നുള്ള ഒരു ഉത്തമ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ആ വെള്ളിയാഴ്ച മധ്യാഹ്ന സമയം യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുക മാത്രമല്ല, അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അറിഞ്ഞ ഈ യേശുവിനെ അനേകർക്ക് എനിക്കൊന്ന് പരിചയപ്പെടുത്തണം, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സമർപ്പണത്തിലേക്ക് അന്ന് പകൽ ഞാൻ വന്നു. ഞാൻ പറഞ്ഞാ എനിക്ക് ബൈബിളിലെ പുസ്തകക്രമം പോലും എനിക്ക് അറിയത്തില്ല. എൻ്റെ അമ്മ എന്നെ പല ആവർത്തി പുസ്തകക്രമം എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ടുള്ള ആ പുസ്തകക്രമം അമ്മയ്ക്ക് ബൈ ഹാർട്ടാണ്. ഇന്നും അമ്മയ്ക്ക് ചെവിക്ക് നല്ല കേൾവിക്കുറവുണ്ട്, കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട്. പക്ഷെ ഇപ്പോഴും പുസ്തകക്രമം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഞാൻ തോറ്റുപോകും. സങ്കീർത്തനമൊക്കെ കാണാപ്പാടം ഉള്ള സത്യമായി പറയുന്നേ, കളവൊന്നും ഇതിനകത്ത് ചേർക്കേണ്ട ഒരു ആവശ്യവുമില്ല. വളരെ സങ്കീർത്തനം അമ്മയുടെ അടുത്ത് നിന്ന് ഒരു തെറ്റു വായിച്ചാൽ അത് ഇന്നും തിരുത്തി തരും. കാര്യം അതുപോലെ സങ്കീർത്തനങ്ങളും മറ്റു പല വാക്യങ്ങളും ബൈഹാർട്ട, പുസ്തകക്രമം ബൈഹാർട്ട. 119 സങ്കീർത്തനത്തിലെ അക്ഷരമാല ബൈഹാർട്ട പണ്ട് പഠിച്ചതാണ്. അന്ന് പഠിച്ചത് ഇന്നും ബൈഹാർട്ടായിട്ട് ഇന്നും കൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞത് അച്ഛനെ പറഞ്ഞ, അച്ഛാ, എനിക്ക് ഈ ദൈവവചനം എനിക്ക് പഠിക്കണം. എനിക്ക് പുസ്തകക്രമം പോലും എനിക്ക് അറിയത്തില്ല. അച്ഛൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൻ്റെ കയ്യിൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന നല്ല പുതിയൊരു പുസ്തകം ബൈബിളാ എൻ്റെ കയ്യിൽ എടുത്തു തന്നു. ഈ പുസ്തകമാണ് ഇന്നേക്ക് 25 വർഷം കഴിഞ്ഞു. എനിക്കൊരു പുതിയ പുസ്തകം വാങ്ങിക്കാൻ കൈ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ന് ഞാന് ഇത് നമ്മൾ പറയത്തില്ല, ഒരു നിധി പോലെ നമ്മൾ കൊണ്ട നടക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അന്ന് സുഗോച്ചാൻ എൻ്റെ ഈ എടുത്തു തന്ന ഈ പുസ്തകം ഇന്ന് ഞാൻ കൊണ്ട നടക്കുന്നു. ഒരു 1000-500 1000 രൂപ എടുക്കാൻ ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇത് എത്രയും വർഷം ഇത് കൊണ്ട നടക്കാമോ അത്രയും വർഷം ഞാൻ കൊണ്ട നടക്കും. 2 പ്രാവശ്യം ഇത് വൈൻഡ് ചെയ്തു. ഇനി വൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പുറം കവറ് ഞാനിത് മാറി മാറി ഉപയോഗിച്ച് മാക്സിമം ഇത് ഞാൻ ഉപയോഗിക്കും. കാര്യം ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മന്ന നിങ്ങൾ ഇവിടുന്ന് പറക്കിക്കൊണ്ട് പോകണം. അതേ ദൈവം തന്നെ പറയുന്നുണ്ട്, പിറ്റേന്ന് ഇതെന്ത് സംഭവിക്കും? ക്രമിച്ചു പോകുന്നതാ ഈ മന്ന. അതേസമയം ശാബത ദിവസത്തിന് തലേന്ന് ഇരട്ടി പറക്കിക്കോണം. ശാബത ദിവസം നിങ്ങൾക്ക് കഴിപ്പാൻ മന്ന ഇവിടെ പൊഴിയത്തില്ല, ഈ മന്ന നിങ്ങൾ പറക്കിക്കോണം. ഇതേ ദൈവം പറയുക, വരും തലമുറയ്ക്ക് അടയാളമായി മന്നയിട്ട് വെച്ച പൊൻപാത്രം വരും തലമുറയ്ക്ക് ഒരു അടയാളമായിട്ട് ശേഷിപ്പിച്ച് വെച്ചേക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരേ ദൈവം ഒരേ കാര്യം തന്നെ മന്നയെക്കുറിച്ച്
പല വേർഷനിൽ കൂടി പറയുക. ഇതുപോലെ തന്നെ സ്വർഗീയ ദൈവം നമ്മെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നുവെന്ന് ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും പറയാൻ പറ്റത്തില്ല. തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് വെളിപ്പെടത്തില്ല. അത് തന്റെ മക്കൾക്ക് മാത്രമേ വെളിപ്പെടത്തുള്ളൂ. അത് ആർക്ക് വെളിപ്പെടുത്തി ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗീയ അപ്പൻ നമുക്കായി ഉയരത്തിൽ ഉണ്ട് എന്ന് ഒരിക്കൽ പോലും മറന്നു പോകല്ലേ. സ്തോത്രം. ജീവിതത്തിൽ ലോകം ചോദിക്കും, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാ, എന്തുകൊണ്ടാണ് നിന്റെ സ്ഥിതിക്കും നിലവാരത്തിനും വ്യത്യാസം വരാത്തത് എന്ന് ലോകം ചോദിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ പറയൂ, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അവസ്ഥയ്ക്ക് എന്റെ ദൈവം ഭേദം വരുത്താൻ സർവശക്തനാണ് എന്ന് ഒരു ദൈവ പൈതൽ വളരെ ശക്തിയോടുകൂടി പറയുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാര്, ദൈവദാസിമാര്, ദൈവജനങ്ങളെ, ലോകത്തിന്റെ മുൻപിൽ പോഷത്വം എന്ന് തോന്നുന്നത് ദൈവ ശ്രേഷ്ഠമെന്ന് എണ്ണുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഞാൻ എന്റെ അനുഭവത്തിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് പുസ്തകക്രമം പോലും എനിക്ക് അറിയത്തില്ല. അച്ഛനോട് പറഞ്ഞ, അച്ഛാ എനിക്ക് ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജ്, എനിക്ക് ഒരു ബൈബിൾ കോളേജ് എനിക്ക് അറിയത്തില്ല, ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ എനിക്കൊന്ന് പഠിക്കാൻ പോകണം. ഓർത്തഡോക്സ് നിൽക്കുന്ന കാരണം അവർക്കൊരു സെമിനാരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ള സത്യം കേട്ടോ, ഞാൻ ഒന്നിനെയും കുറച്ച് കാണുകയല്ല. ഒരു സെമിനാരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് എനിക്ക് അറിയത്തില്ല, എവിടാന്ന് പോലും എനിക്കറിയത്തില്ല. ഇനിയും മറ്റുള്ള സഭക്കാർക്ക് എവിടൊക്കെ സെമിനാരി ഉണ്ടെന്നും എവിടൊക്കെ ബൈബിൾ കോളേജ് ഉണ്ടെന്നും എനിക്ക് അറിയത്തില്ല. കാര്യം നമുക്കത് തിരക്കേണ്ട കാര്യമില്ലല്ലോ. അച്ഛൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ പേര് ബെന്നി എന്നാണ്. ബെന്നിമോനെ, ഞാനൊരു കാര്യം ചെയ്യാം, നവജീവിതത്തിൽ ഞാൻ തിരക്കാം. മിഷൻസ് ഇന്ത്യയിലെ ഒന്നെങ്കിൽ ഞാൻ വാവുച്ചാനെ വിളിച്ച് ചോദിക്കാം. ഏതാ, കൊച്ചു വാവുച്ചാൻ, ബലു വാവുച്ചാനല്ല, കൊച്ചു വാവുച്ചാനെ ഞാൻ വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ആനി ആന്റിയെ ഞാനൊന്ന് വിളിച്ച് ചോദിക്കാം. പെട്ടെന്ന് വാവുച്ചാനെ വിളിച്ചപ്പം കിട്ടിയില്ല, ആനി ആന്റിയെ വിളിച്ചപ്പം കിട്ടി. പറഞ്ഞു, അഡ്മിഷന്റെ ടൈം കഴിഞ്ഞു പോയല്ലോ, എങ്കിലും അച്ഛൻ പറയുന്നത് തിരസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞ വ്യക്തിക്ക് ഒരു അഡ്മിഷൻ കൊടുക്കാം. എന്നോട് പറഞ്ഞു, സമയം കളയാനില്ല. പന്ത്രണ്ടിന് ഒരു 2:30-3 ആയി. പിറ്റേന്ന് തന്നെ ഞാൻ പോയി ഫോം വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്ത് ഞാൻ കൊടുത്തു. വെലിവാവുച്ചാൻ്റെ കൊണ്ട് കൊടുത്തു. എന്നോട് പറഞ്ഞു, ഇന്ന ദിവസം ക്ലാസ് തുടങ്ങും, പോരാൻ പറഞ്ഞു. ഒരു ഇന്റർവ്യൂ എനിക്കവിടെ ഇല്ലായിരുന്നു. കാര്യം ഇന്റർവ്യൂ ചെയ്യാഞ്ഞത് കാര്യമായി. ആകപ്പാടെ എനിക്ക് പറയാനുള്ളത്, രക്ഷിക്കപ്പെട്ടോന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു, കഴിഞ്ഞ വെള്ളിയാഴ്ച രക്ഷിക്കപ്പെട്ടോ എന്ന് പറയാനല്ല. അതിനപ്പുറത്തോട്ട് എനിക്കറിയത്തില്ല. പുസ്തകക്രമം ചോദിച്ചാലും ബൈബിളിൽ പുസ്തകക്രമം ഉണ്ടെന്ന് പറയാനല്ലാതെ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 66 പുസ്തകം ഉണ്ടെന്ന് പോലും അന്നേരം ഞാൻ ഓർക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബൈബിളിൽ പുസ്തകം ആരുണ്ടൊക്കെ കുറച്ച് പേര് എഴുതി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തോട്ടൊന്നും അറിയത്തില്ല. കാര്യം നമുക്ക് അന്ന് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ വഴക്ക് സഹിക്കാൻ വയ്യാതെ വരുമ്പം ഒരു പാട്ട് പാടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ അന്നത്തെ കാലത്ത് അത്താഴം ഉണ്ണാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുക എന്നല്ലാതെ അപ്പുറത്തോട്ട് നമുക്കൊരു കടമയില്ലല്ലോ. അങ്ങനെയാണ് അന്നത്തെ കാലം. അങ്ങനെ അവിടുത്തെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ജീവിതത്തിൽ പരിചയമില്ലാത്ത, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സഹോദരന്മാരും സഹോദരിമാരും അവിടെ പഠിക്കുന്നു. കുടുംബസ്ഥരായവർ അവിടെ പഠിക്കുന്നു. ഫാമിലിയായിട്ട് പഠിക്കേണ്ടവർക്ക് അവിടെ പഠിക്കുന്നു. ചുരുക്കം ചില പാസ്റ്റർമാർ പഠിപ്പിക്കുന്നു, അച്ഛന്മാർ പഠിപ്പിക്കുന്നു. ബൈബിളിനെ കുറിച്ച് നല്ല ആഴമേറിയ അറിവുകളുള്ള അധ്യാപകർ അവിടെ പഠിപ്പിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം. ഞാൻ പറഞ്ഞല്ലോ, തിരുവല്ല നവോദയം എന്തുകൊണ്ട് വ്യത്യസ്തമാണ് മറ്റു ബൈബിൾ കോളേജിൽ നിന്ന് ചോദിച്ചാൽ, മറ്റെങ്ങുമില്ലാത്ത ഒരു അനുഭവമാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പഠിക്കുന്ന
പഠിക്കാനായി അവിടെ ആളുകൾ ഉണ്ട്. 2, കുടുംബസ്ഥരായിട്ടുള്ളവർ ഉണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എല്ലാ സമുദായക്കാരും അവിടെ വന്ന് വചനം പഠിക്കുന്നുണ്ട്. കത്തോലിക്കരും, മർത്തോമക്കാരും, യാക്കോബക്കാരും, ഓർത്തഡോക്സുകാരും, പെന്തക്കോസുകാരും, ബാപ്റ്റിസ്റ്റുകാരും എന്ന് വേണ്ട സകല ആളുകളും അവിടെ വന്ന് വചനം പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു, അത്രേ എനിക്കറിയാം. 2000 ബാച്ചിൽ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ഉണ്ടായിരുന്നു. ബാക്കി അനേക ബൈബിൾ കോളേജ് എനിക്കറിയാം. ഇതുപോലൊരു മിക്സഡ് ബൈബിൾ കോളേജ് എങ്ങുമില്ല. ഒന്നെങ്കിൽ മർത്തോമക്കാരുടെ ബൈബിൾ കോളേജിൽ മർത്തോമക്കാർ മാത്രം പഠിക്കും, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരുടെ ബൈബിൾ കോളേജിൽ അച്ഛനാകാൻ വേണ്ടി പഠിക്കുന്നവർ മാത്രമായിരിക്കും പഠിക്കുന്നത്. അല്ലാത്ത 1 2 പേര് മാത്രമായിരിക്കാം പഠിക്കുന്നത്. അവരുടെ ഡിഗ്രിക്ക് വേണ്ടിയായിരിക്കും അവർ പഠിക്കുന്നത്. പെന്തക്കോസ് ബൈബിൾ കോളേജിൽ പെന്തക്കോസുകാർ മാത്രമായിരിക്കും പഠിക്കുന്നത്, അല്ലാത്ത ആരും തന്നെ പഠിക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അവിടെ എനിക്ക് കാണാൻ പറ്റിയത്. വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച ആർക്കും കേൾക്കത്തില്ല, ഞാൻ പ്രസംഗിച്ച ആർക്കും കേൾക്കത്തില്ല, ഞാൻ പാടിയാൽ ആർക്കും കേൾക്കത്തില്ല. കാര്യം എന്നാ? എനിക്ക് ശബ്ദമില്ല. ഇനിയും ഞാൻ ഈ ലൈവിൽ ഞാനിത് സംസാരിക്കുമ്പോൾ, ഇന്നിപ്പം ബുധനാഴ്ചയായി, ഇന്നിപ്പം തിങ്കളാഴ്ചയായി, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും എൻ്റെ കൂടെ പഠിച്ച ഒരാള് സംസാരിച്ചു. വളരെ അതിശയമായിരുന്നു. കാര്യം, എന്റെ ശബ്ദം മാറിയത് എങ്ങനെയെന്ന് അറിയേണ്ടി വന്നു. ഒത്തിരി പേര്, ഞങ്ങളൊരു 10-50 പേര് അടുപ്പിച്ച് ആ ബാച്ചിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ പ്രിയ ബീനാന്റിയുമായിട്ടൊക്കെ പരിചയപ്പെടാൻ സാധിച്ചത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാ, ഒരു പ്രത്യേക ആവശ്യത്തിലുള്ള ബന്ധത്തിൽ. പലരും എന്നെ വിളിച്ച് അന്നത്തെ ആ ശബ്ദം മാറിയത് എങ്ങനെയെന്ന് അവർക്ക് പലർക്കും അറിയേണ്ടത്. കാര്യം, വചനത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നത് ഞാൻ പലർക്കും ഒരു അത്ഭുത വിഷയമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകം എഴുതി തള്ളുമ്പോൾ ദൈവം ഒരു ദൈവവൈതലിനെ കുറിച്ച് ഒരു അത്ഭുത വിഷയമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവം ഒരു അത്ഭുത വിഷയമാക്കി ആ ദൈവവൈതലിനെ മാറ്റാൻ സർവശക്തനാണ് എന്ന് ഒരിക്കൽ പോലും നാം മറന്നു പോകല്ലേ. സ്തോത്രം. ഇങ്ങനെ സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചുണർത്തുന്നത്, അവർ എന്നെ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, പലപ്പോഴും അവരെന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവരെന്നെ ജയിച്ചില്ല. പിശാച് പലതവണ ഉപദ്രവിച്ചു, എങ്കിലും അവർ ജയിക്കാത്തതുപോലെ, പിശാച് ജയിക്കാത്തതുപോലെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വന്ന് നിശ്ചയമായിട്ട് നമുക്ക് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്ത്യൻ ജീവിതത്തിൽ അനേക എതിർപ്പുകൾ കടന്നു വന്നെന്ന് വരും, പല പ്രതികൂലങ്ങളും പല പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വന്നെന്ന് വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ കരം പിടിച്ചു നടത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കായി ഉയരത്തിലുണ്ട്. 129 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവരെന്നെ ജയിച്ചില്ല. ബാല്യം മുതൽ അവരെന്നെ പലപ്പോഴും ഉപദ്രവിച്ചു. നമുക്കറിയാം, ഈ ശബ്ദം കേൾക്കുന്ന പലരും കൃഷിക്കാർ, അനേക പ്രിയപ്പെട്ട കൃഷി ചെയ്ത് ഉപജീവനം ചെയ്ത് മുൻപോട്ട് പോകുന്നവരുണ്ട്. ഈ വാഴയൊക്കെ കൃഷി ചെയ്യുമ്പം നന്നായിട്ട് കുഴിയൊക്കെ എടുത്ത്, തടവൊക്കെ എടുത്ത്, കുഴിയെടുത്ത് വാഴ വിത്ത് വെച്ച് ശരിക്ക് ചവിട്ടി അങ്ങ് ഉറപ്പിക്കുക. ജീവിതത്തിന് ഇത് പൊങ്ങി വരലെന്ന് ഓർത്താണോ ചവിട്ടുന്നേ? കാണുന്ന നമുക്ക് ഓർക്കും, എന്റെ പോലെ നന്നായി, പിന്നെ ഇത് കുഴിച്ചു വെക്കാതിരുന്നാ പോരെ, ഈ ചവിട്ട് എന്തിനാ ഈ ചവിട്ടുന്നത് നമ്മൾ ഓർക്കും. കർഷകനോട് ചോദിച്ചാൽ കർഷകൻ പറയും, ഇതെന്തുമാത്രം ചവിട്ടി ഉറപ്പിച്ച് വെച്ചാൽ നന്നായിട്ട് അങ്ങോട്ട് ചവിട്ടി ഉറപ്പിച്ച് വെക്കാമോ, അതനുസരിച്ച് മുള അങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് ആ ചവിട്ടിയ മണ്ണിനെ എല്ലാം അങ്ങോട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇതിനെ നാം അങ്ങോട്ട് ഉയർന്നു വന്ന് എന്തുമാത്രം ശക്തിയോടുകൂടി ചവിട്ടിയോ അതനുസരിച്ച് ഫലം
ഇത് നൽകുവാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ലോകം നമ്മെ ചവിട്ടിയെന്ന് വരും, പിശാച് നമ്മെ ചവിട്ടിയെന്ന് വരും. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ലോകം നമ്മെ ചവിട്ടി മെതിച്ച് മാറ്റി നിർത്തുന്ന സ്ഥാനത്ത് ഒരു ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവം ഇത് വിശ്വാസത്താൽ വിളിച്ചു പറയുവാൻ എടുത്തിരും. ഓരോ ചവിട്ടും എന്നെ ഇല്ലായ്മ ചെയ്യാനല്ല, എന്നെ നശിപ്പിച്ച് കളയുവാനല്ല, എന്നെ തകർത്ത് കളയുവാനല്ല, എന്നെ മുടിച്ചു കളയുവാനല്ല, എന്നെ മെനഞ്ഞ് ഏറ്റവും മേൽത്തരമായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാനപാത്രമാക്കി എന്റെ ദൈവം എന്നെ തീർക്കാനാണ് എന്ന് ഒരു ദൈവം ഇത് ശക്തിയോട് കൂടി പറയുവാനിടയായി തീരും. സ്തോത്രം. നമ്മളെല്ലാം കളിമണ്ണ. നമ്മുടെ കർത്താവ് ഏറ്റവും നല്ലൊരു കുശവന, ഏറ്റവും നല്ലൊരു കുശവന. ആ കുശവനായ കർത്താവ് എന്ന് ചെയ്യും? കളിമണ്ണായ നമ്മയൊക്കെ അങ്ങ് മെനഞ്ഞ് ഏറ്റവും നല്ല ഒരു പാത്രമാക്കി അങ്ങ് മാറ്റും. ബൈബിളിലെ അഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ പാത്രങ്ങൾ വിൽക്കുന്ന കടയിലേക്ക് നമ്മൾ ചെല്ലുക. മഴ നനയുന്നിടത്തു പുറത്ത് അത് ലോക്കിട്ടൊന്നും പൂട്ടുന്നിടമല്ല, അവിടെ പാത്രം വെച്ചേക്കും. കുറച്ച് പാത്രം എടുത്ത് അകത്ത് വെക്കും. അതും പുറത്തിരിക്കുന്ന ആ മഴ നനയുന്ന ആ പാത്രവും നമ്മുടെ നോട്ടത്തിൽ ഒരുപോലെ, നമ്മുടെ നോട്ടത്തിൽ ഒരുപോലെ. പക്ഷെ കുറച്ചുകൂടെ അകത്തോട്ട് കയറുമ്പോൾ സെയിം പാത്രം അതുപോലെ ഇരിക്കും. പുറത്തിരിക്കുന്ന പാത്രത്തിന് ആ ചട്ടിക്ക് 50 രൂപയ്ക്കും കിട്ടും. പക്ഷെ ഡെയിലി എടുത്ത് വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, പൂച്ചട്ടി, അതൊരു 100 രൂപയ്ക്ക് കിട്ടും. അപ്പൊ പിന്നെ 50 രൂപയുടെ വ്യത്യാസമല്ല ഉള്ളൂ. അകത്തിരിക്കുന്ന സെയിം സംഭവത്തിന് ചോദിക്കുക, എന്നാ പിന്നെ ആ 100 തരാമെന്ന് ചോദിച്ചാ ചെവിക്ക് പിടിച്ച് ഇറക്കി വിട്ടിട്ട് പറയും, 100 നീ 200 തന്നാൽ നിനക്ക് തരത്തില്ലെന്ന് പറയും. എന്റെ പൊന്നു ചേട്ടാ, ആ പുറത്ത് മഴയും വെയിലും കൊണ്ടിരിക്കുന്ന ആ ചട്ടിയുടെ വലിപ്പവും ഇതും സെയിം അല്ലേ? ഒക്കെ ശരി, നിന്റെ നോട്ടത്തിൽ അല്ല ഒരുപോലെ, എന്റെ നോട്ടത്തിൽ അത് അങ്ങനല്ല. അത് പുറത്ത് വെച്ചേക്കാനുള്ളതല്ല. ഈ മേളിൽ ഇരിക്കുന്നത്, ഈ അകത്തിരിക്കുന്നത് എവിടെ വെച്ചേക്കാനുള്ളതല്ല, മഴ നനയാനുള്ളതല്ലത്, കാർപോച്ചിൽ വെക്കാനുള്ളതല്ലത്. ഏറ്റവും വൻ ഗസ്റ്റുകൾ വരുമ്പോൾ അത് 50 ലക്ഷത്തിന്റെ 75 ലക്ഷത്തിന്റെ 1 കോടിയുടെ വീട് വെക്കുന്നവർ വാങ്ങിച്ച് വെക്കുന്ന ചട്ടിയാത്. അത് വീടിന്റെ ഷോക്കേസിൽ വെക്കാനുള്ളതാ, അല്ലെങ്കിൽ വീടിന്റെ ഒരു മൂലയിൽ എല്ലാവരും കാണുക വെക്കേണ്ട ചട്ടിയാതെ. നിന്റെ നോട്ടത്തിലാ ഒരുപോലെ എല്ലാം തോന്നുന്നേ. എന്റെ നോട്ടത്തിൽ, ചെടിച്ചട്ടി വിൽക്കുന്നവന്റെ നോട്ടത്തിൽ ഒരുപോലെ തോന്നത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവരും മനുഷ്യരാ. ചിലപ്പോ എല്ലാവരും കർത്തൃദാസന്മാരല്ല ഒരുപോലെ തോന്നിയത് വരും. പക്ഷെ കർത്താവ് വിലയിടുന്നത് ഒരുപോലെ അല്ല. ഓരോന്നിനും ഓരോ വില ഇടും. അത് ഏത് നിലയിലാ, ഏത് നിലവാരത്തിലാ ദൈവം നമുക്ക് വില ഇടുന്നത് എന്നാണ് ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. തന്റെ കുഞ്ഞുങ്ങൾക്ക് ഏത് വിലയിലാ അല്ലെങ്കിൽ ഏത് നിലവാരത്തിൽ ഉപയോഗിക്കണമെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു മനുഷ്യൻ അറിയത്തില്ല. ഏതു നിലവാരത്തിലാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ലോകം അറിയപ്പെടുന്ന ഒരു സുവിശേഷകനോട് അമേരിക്കൻ പാർട്ടിക്കാർ ചോദിച്ചു, താങ്കൾ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആകണം. ആ ദൈവഭൃത്യൻ, ആ അഭിഷിക്തൻ പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഉള്ള ജോലി വിട്ട് ഇതിലും താണയൊരു ജോലിയിലേക്ക് ഞാനില്ല. ഇപ്പൊ ചെയ്യുന്ന ജോലിയേക്കാൾ താണ ജോലിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ജോലി. ആ ജോലി ചെയ്യാൻ ഞാൻ തയ്യാറല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, മോശ ദൈവജനത്തോടുള്ള കഷ്ടം സഹിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി. അടുത്ത ഫറവോ എന്ന് തന്നെ വാഴ്ത്തിപ്പാടാൻ അനേകരുണ്ടായിരുന്നു.
പിൽക്കാല ചരിത്രം, ലോക ചരിത്രം അവസാനിക്കുന്ന സമയം വരെയും മോശയെക്കുറിച്ച് അടുത്ത ഫറവോ എന്നുള്ള നിലയിൽ മോശയെക്കുറിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ ലോകത്തിന്. എന്നാൽ മോശ വിളിച്ചു പറയുവാൻ ഇടയായിത്തീരും, എനിക്കതല്ല, മറിച്ച് ഏത് മതി? ദൈവജനത്തോടുള്ള കഷ്ടം സഹിക്കുന്നത് മോശ തെരഞ്ഞെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയുടെ കയ്പ് നീര് നാം തെരഞ്ഞെടുത്തത് വരും. എന്നാ അതിനെ ഏറ്റവും ശ്രേഷ്ഠമേറിയ തെരഞ്ഞെടുപ്പാണ് അത് എന്ന് നമുക്ക് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. ദൈവകൃപയാൽ 2000 ദൈവദിനം പഠിക്കുവാൻ, തിരുവല്ല നവജീവിതത്തിൽ പഠിക്കുവാൻ ദൈവ അവസരത്തെ ഒരുക്കി. അവിടെ പഠിപ്പിച്ച അനേക ദൈവദാസന്മാർക്ക്, അല്ലെങ്കിൽ അവിടെ പഠിച്ച അനേക വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗദർശിയായി ഇന്ന് ഭവനത്തിൽ പാമ്പാടിക്കടുത്ത് ഇലക്കൊടിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് വാർദ്ധക്യമാകുന്ന അല്പമല്ലാത്ത ശാരീരിക ക്ഷീണത്താൽ ഭാരപ്പെടുന്ന, ഞങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ രായിച്ചാന്ന് വിളിക്കും, ഹിന്ദി പഠിപ്പിക്കുന്ന ജോൺ സാർ, അദ്ദേഹം വരും. ഈ ശബ്ദം ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോന്ന്? ആ ഓർത്തഡോക്സിന്റെ ആ സ്പിരിറ്റ് നമുക്കൊന്ന് കാണിക്കണ്ടേ? നല്ല തർക്കം. അന്നായാലും ഇന്നായാലും ഒരു കാര്യം സ്ഥാപിച്ച് ഞാൻ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ തമ്പുരാൻ ഇഷ്ടമാണ്, അത് ആ ലെവലിൽ പോകട്ടെ, നമുക്ക് വിഷയമില്ല. ഞാൻ സ്നാനത്തിനെതിരെ സാറിനോട് തർക്കിക്കും. സ്നാനം ബൈബിൾ പ്രകാരം സത്യമാണെന്ന് സാറും സ്ഥാപിക്കും. ന്യായമായ നിലയിൽ ക്ലാസ്സുകൾ, ഹിന്ദി ക്ലാസ് നടന്നിട്ടില്ല 2000. അത് വളരെ സത്യമേറിയ കാര്യമാണ്. സാർ വന്നിട്ടുണ്ടെങ്കിൽ സ്നാനമാണ് തർക്ക വിഷയം. തർക്കിച്ച് 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 ഒരു കൂട്ടർ ജയിക്കണം, ഒരാൾ പരാജയപ്പെടണം. ദൈവത്തിന്റെ കൃപയാൽ ഈ ബൈബിളിൽ പറയുന്ന കാര്യം സത്യമല്ലാതിരിക്കത്തില്ല. എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. അദ്ദേഹം, ആ അഭിഷിക്ത കർത്തൃദാസൻ ക്ലാസ്സുകൾ എടുത്തത് ഒരു പക്ഷേ എന്നെ തമ്പുരാൻ ഒരു ഉപകരണമാക്കി മാറ്റിയതാകാം. ഇല്ലെങ്കിൽ ക്ലാസ് എടുത്ത് അദ്ദേഹത്തിന് പോയാൽ മതി. ഞാൻ മാത്രമല്ല സ്നാനപ്പെട്ടത്, എന്റെ കൂടെ 7 പേരും കൂടെ സ്നാനപ്പെട്ടു. 7 പേരും കൂടെ സ്നാനപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ച് 7 പേരാ സ്നാനപ്പെട്ടത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രിയപ്പെട്ടവർ ഈ ക്ലാസ് നിമിത്തം കടന്നുപോയി സ്നാനപ്പെട്ടു. 100-ലധികം ആളുകളെ സ്നാനദിനത്തിലേക്ക് നയിപ്പാൻ ജോൺ സാറിന് സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്തു പറയേണ്ടിയ അനുഭവങ്ങളാ. എല്ലാ വ്യക്തികളും അവരവരുടെ പേരൻസിനെ വിളിക്കും. ഗ്രാജുവേഷന്റെ തലേന്ന് ഗ്രാജുവേഷൻ അവരവരുടെ പേരൻസിനെ കൊണ്ടുവരാൻ വേണ്ടി അറിയിപ്പുകൾ നൽകി. ഞാൻ പറഞ്ഞു, എന്റെ പേരൻസ് ആരും വരുത്തില്ല. കാര്യം മറ്റൊന്നുമല്ല, എല്ലാവരുടെയും പേരൻസ് വന്ന് അവരവരുടെ മക്കളെ കൂട്ടിക്കൊണ്ട് പോകുമ്പം എനിക്കും പോയേ പറ്റത്തുള്ളൂ. പിറ്റേന്ന് എനിക്ക് സ്നാനപ്പെടണം. വീട്ടിൽ ചെന്നാൽ എനിക്ക് പോരിച്ച് നടക്കത്തില്ല. കാര്യം വീട്ടിൽ പപ്പായും അമ്മയും അനുജനും ആണ്. ഞങ്ങള് 4 പേരടങ്ങിയ ഒരു ചെറിയൊരു കുടുംബമാണ്. അന്ന് എൻ്റെ അനുജൻ സ്കൂളിൽ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ, കൊച്ചു പയ്യനവന്. അങ്ങനെ അവന് എനിക്ക് വീട്ടിൽ നിന്ന് പോരാൻ പറ്റത്തില്ല. മാതാപിതാക്കള് വന്ന് നിൽക്കുമ്പോൾ ഞാൻ നാളെ വന്നവളെ എനിക്ക് സ്നാനപ്പെടണമെന്ന് അവരോട് പറയാനും പറ്റത്തില്ല. അത് അല്പമല്ലാത്ത ബുദ്ധിമുട്ടായി തീരും. ഞാൻ എൻ്റെ വീട്ടിൽ അറിയിക്കാൻ പോയില്ല. ഇന്ന ദിവസം ക്ലാസ് തീരും, ഞാൻ അങ്ങ് വന്നേക്കാം, പിറ്റേന്നേ വരത്തുള്ളൂ, എൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഓക്കെ ആയി. ഗ്രാജുവേഷൻ എല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞ് അന്ന് തിരുവല്ലായി സ്റ്റേ ചെയ്ത്, നവജ്യോതി സ്റ്റേ ചെയ്ത്, പിറ്റേന്ന് ഒരു വെള്ളിയാഴ്ചയാണ്
2000 ഡിസംബർ മാസം 21 തീയതി വ്യാഴാഴ്ച ഗ്രാജുവേഷനും ഡിസംബർ മാസം 22 തീയതി ദൈവത്തിന്റെ കൃപയാൽ പാസ്റ്റർ രാജു പൂവക്കാലയുടെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവം അവസരത്തെ തന്നു. സ്തോത്രം. ഞങ്ങൾ 7 പേര് ഒരുപോലെ സ്നാനപ്പെട്ടു. സഹോദരി സഹോദരന്മാർ ഒരുപോലെ ഞങ്ങൾ സ്നാനപ്പെട്ടു. സ്തോത്രം. തർക്കിച്ച് ഏറ്റവും കൂടുതൽ തർക്കിച്ചു നിന്ന ഇടയ്ക്ക് ഞാൻ ഇവിടെ അടുത്താണ് നമ്മുടെ ജോൺ പാസ്റ്ററിന്റെ വീട് പഠിപ്പിച്ച സാറിന്റെ വീട്. അദ്ദേഹം ഇതിന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അനീഷ എന്നോട് ഏറ്റവും കൂടുതൽ തർക്കിച്ചേക്കുന്നത് സ്നാനത്തെ കുറിച്ച്. അനീഷ, മോനെ, നീ സ്നാനപ്പെട്ടത് കേട്ടത് അറിഞ്ഞപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ. ജീവിതത്തിൽ ചിലപ്പോൾ അനേകര് സ്നാനത്തിന് എതിര് പറഞ്ഞെന്ന് വരാം. നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളറയിൽ തന്നെ സ്നാനത്തിന് എതിര് പറഞ്ഞെന്ന് വരാം. രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ ഇന്ന സമുദായത്തിലെ വ്യക്തിയാണ്, ഇന്ന സഭയിലെ വ്യക്തിയാണ്, എനിക്ക് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല, ഇതൊക്കെ പറഞ്ഞു മുൻപോട്ട് പോയെന്ന് വരാം. എന്നാൽ നാം എന്ത് ചെയ്താൽ മതി? അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ. സ്തോത്രം. എവിടെ എതിര് ഉയരുന്നുവോ, എവിടെ എതിര് ആരെല്ലാം എതിർപ്പുകൾ പറയുന്നു, അവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അവരെല്ലാം ദൈവ മുൻപാകെ മുട്ടുമടക്കിയിട്ടുണ്ട്. സ്തോത്രം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തീരുമാനിച്ചവരുടെ കൂട്ടത്തിൽ സന്നദ്ധ സംഘ അംഗമായ ശൗലും ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രം പോലും കാവൽ കാത്തത് ശൗലായിരുന്നു. സ്തോത്രം. പിന്നത്തേതിലുള്ള അനുഭവം നമുക്കറിയാം. ക്രിസ്ത്യാനികളെ കൊന്നു ഒടുക്കുവാൻ ആഗ്രഹിച്ച പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആളുകളെ, ഏറ്റവും കൂടുതൽ രാജ്യത്ത് കടന്നുപോയ ആളുകളെ രക്ഷയിലേക്ക് നയിപ്പാൻ ദൈവം പൗലോസിനെ കരത്തിലെടുത്ത് ഉപയോഗിച്ചു. എന്തുമാത്രം ദൈവസഭയ്ക്ക് എതിരായി താൻ തിന്നുവോ അത്രത്തോളം ദൈവസഭയ്ക്ക് വേണ്ടി ഓടുവാൻ, അധ്വാനിപ്പാൻ ദൈവം പൗലോസിനെ കരത്തിലെടുത്ത് ഉപയോഗിച്ചെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല എതിർപ്പുകൾ കടന്നു വന്നെന്ന് വരാം, പല പ്രതികൂലങ്ങൾ കടന്നു വന്നെന്ന് വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ധൈര്യത്തോടെ ഒരു ദൈവവൈദ്യനെ പറയുവാൻ കഴിയും, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, അവിശ്വസ്തനായ ദൈവം എന്റെ പ്രാർത്ഥന തള്ളിക്കളയാത്തില്ല എന്ന് നമുക്ക് ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് ആരെല്ലാം എതിരുകൾ നിന്നാലും ശരി, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമോ അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ. സ്തോത്രം. അവിടെ വെച്ച് തിരുവല്ല നവജ്യോതി പഠിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം എനിക്കൊരു ദർശനം തന്നു. അത് ഞങ്ങള് പപ്പാടെ കുടുംബ വീടിനോട് അടുത്ത് തന്നെ ചെറിയൊരു, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു വീടിന്റെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു. എന്റെ കുഞ്ഞിലെ എന്റെ ഓർമ്മ, ഒരു പുല്ല് ഞങ്ങള് ശബരിമല വനമൊക്കെ ഞങ്ങളുടെ ഏരിയയായ ഒരു പറമ്പ് അപ്പുറത്ത് വനമാ, ളാഹ ഫോറസ്റ്റ് ഏരിയ. അങ്ങനെ അവിടെ പോയി പുല്ല് ശേഖരിച്ചുകൊണ്ട് വന്ന് വീട് വെച്ച് അതിൽ എൻ്റെ കുഞ്ഞു പ്രായം അങ്ങനെയൊക്കെയായിരുന്നു. പ്രായമുള്ളവർ പോയി അതൊക്കെ കൊണ്ടുവന്ന് അതിനുശേഷമാണ് ചാക്കി ഷീറ്റ്. ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. വീടിന്റെ തൊട്ട് താഴെ ഒരു നല്ല ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു വീട് ചമയ്ക്കുന്ന ഒരു ദർശനം ദൈവം എനിക്ക് തന്നു. അപ്പൊ ഇത് ദർശനമാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അത്രയും വളർന്നിട്ടില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനൊരു കാഴ്ച കാണിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പം ഒരു ഉച്ച സമയമായപ്പോ ദേ അമ്മ വന്നേക്കുന്നു ബൈബിൾ കോളേജിലേക്ക്. അമ്മ പറഞ്ഞെടാ, ഇതുപോലൊരു ക്രമീകരണമുണ്ട്, ഞാൻ എന്ത് ദർശനം കണ്ടോ അത് ഒറ്റയാഴ്ചക്കകം നിറവേറി. ഇനി വേണേ ചോദിക്കാം, കൈ കാശ് വെച്ചിട്ടല്ലേ ഈ ദർശനം തന്നതും ദർശനം കണ്ടതും? ഈ വക ഒന്നുമില്ല, ഒന്നും കാശ് കരത്തിൽ വെച്ചിട്ടല്ല, മറിച്ച്
അതിന്റെ അപ്പുറമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ഒന്നുമില്ലാതെ ചെറിയൊരു ഭവനം, സ്ഥലം വാങ്ങിച്ച് ചെറിയൊരു ഭവനം ചമപ്പാൻ ദൈവം അവസരത്തെ ഒരുക്കി. ഞാൻ പറഞ്ഞത്, ദൈവം ഒരു ദർശനം തന്നാൽ അത് അതുപോലെ നടക്കും. അതിന് പണം ദൈവസന്നിധിയിൽ ഒരു വിഷയം അല്ലത്. സ്തോത്രം. ഇനി എനിക്ക് ഒരു 20 മിനിറ്റ് ആണ് ഇനി എന്റെ മുമ്പിലുള്ളത്. വിവാഹ ശേഷമുള്ള എന്റെ കുടുംബജീവിതമൊക്കെ എന്റെ വൈഫാ നാളെ കർത്താവിന്റെ ഓരോ താമസമെങ്കിൽ സാക്ഷ്യം പറയുന്ന സാക്ഷ്യം, ഇതുപോലെ അനുഭവ സാക്ഷ്യം പറയുന്ന എന്റെ വൈഫാ. വിവാഹ ശേഷമുള്ളതൊക്കെ എന്റെ വൈഫ് നാളെ പറയും. ഒത്തിരി ടെസ്റ്റ് മണി പറയാനുണ്ട്. ഇനി ഒരു മണിക്കൂറുടെ എനിക്ക് കിട്ടിയാലും തീരത്തില്ല. അതുപോലുള്ളത് പറയും വൈഫ്. അത് നാളെ ദൈവത്തിന്റെ കൃപയാൽ അത് നാളെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ എന്റെ വാക്ക് ഞാൻ പറയട്ടെ. അവിടുന്ന് ഞാൻ നേരെ ബൈബിൾ കോളേജിലേക്ക് സ്നാനപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ ഞാൻ ഓർത്തഡോക്സിലാണ്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് ഒരു ചിന്ത, ഇപ്പോൾ നീ ആരാധിക്കുന്ന ആരാധന തെറ്റായ ആരാധനയാ. സത്യ ആരാധനയിലേക്ക് നീ പോണം. എനിക്കറിയത്തില്ല എവിടാ. അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ, എന്റെ നാടായ ചിറ്റാറിലെ ഒരു പെന്തക്കോസ്ത് സഭയെ എനിക്കറിയത്തില്ല. പിന്നെ ചിറ്റാറിലല്ല ജനിച്ചു വളർന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് പെന്തക്കോസ്തുകാരുമായിട്ട് എനിക്ക് സംസർഗമില്ല എന്ന് വെച്ചാൽ വലിയ പരിചയമില്ല. കൂടെ പഠിച്ച ചുരുക്കം കൂട്ടുകാരെ അറിയാം, പാസ്റ്റർമാരെ ഒന്നും എനിക്ക് പരിചയമില്ല. ആകപ്പാടെ ചിറ്റാറിലുള്ള ഒരു കുട്ടപ്പൻ പാസ്റ്റർ എന്ന് പറയും, അദ്ദേഹത്തെ എനിക്കറിയാം. 2-3 ചർച്ചിന്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ആരെയും അറിയത്തില്ല. എങ്ങോട്ട് പോകും? ഇനി ഞാനൊരു ബോർഡ് കണ്ട് കയറി ചെന്നാൽ എന്നെ ആര് സ്വീകരിക്കും? കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഈ ഒരു കാലമാണല്ലോ. ഇനിയും കൂട്ടത്തിലുള്ള ആരെങ്കിലും പെന്തക്കോസ്തിലുണ്ടോ എന്ന് നോക്കിയപ്പം ആരുമില്ല. ഒറ്റ മനുഷ്യനില്ല. അമ്മയുടെ കൂട്ടത്തിലാട്ട്, അപ്പന്റെ കൂട്ടത്തിലാട്ടില്ല. ഇനിയും പെന്തക്കോസ്തിലുള്ള ഒരു ഫാമിലി എന്ന് ഞാൻ പറയാം. എൻ്റെ വല്യമ്മച്ചിയുടെ ആങ്ങളയുടെ മക്കൾ. എന്തുമാത്രം അകലത്തിലുള്ള പെന്തക്കോസ്തുകാരാ നോക്കിക്കോണം. എൻ്റെ വല്യമ്മച്ചിയുടെ ആങ്ങളയുടെ മക്കൾ. വല്യമ്മച്ചിയുടെ ആങ്ങളെയും പെന്തക്കോസ്തിലല്ല, വല്യമ്മച്ചിയുടെ ആങ്ങളയുടെ മക്കളാണ് പെന്തക്കോസ്തിൽ. അവരോട് സംസാരിച്ചു. പോരെ ചിറ്റാർ താബോർ IPCയിലേക്ക് പോരാൻ പറഞ്ഞു. മർത്തോമ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു പെന്തക്കോസ് IPC ചർച്ച്. ദൈവത്തിന്റെ കൃപയാൽ അവിടെ ചെന്ന് കയറി. ഈ 2025-ലും എൻ്റെ വീട്ടുകാർക്ക് അവിടെ തന്നെ മെമ്പർഷിപ്പ്. മറ്റൊരു ചർച്ചിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഒട്ടു പോകത്തുമില്ല. ഏത് വിഷയമായാലും ശരി. ചിലർക്കുണ്ടല്ലോ ഈ ഒരു 4-5 മാസം അല്ലെങ്കിൽ 5-10 വർഷം കഴിയുമ്പോൾ ഓരോ ചർച്ച് മാറി മാറി നടക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ. നേരെ അവിടെ ചെന്നു. വീണ്ടും എൻ്റെ ഹൃദയത്തിൽ ചിന്ത വന്നു, ഇത് പഠിച്ചാൽ പോരാ. ബൈബിൾ 1 വർഷത്തെ പഠിച്ചിട്ടുള്ളൂ, ഇനിയും കുറച്ചുകൂടെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നേരെ എന്നെ സ്നാനപ്പെടുത്തിയ, എനിക്ക് പെന്തക്കോസ്തിലെ ബൈബിൾ കോളേജിനെ കുറിച്ചൊന്നും വലിയ അറിവില്ല. ചിറ്റാറിലെ അന്ന് ഇരിക്കുന്ന പാസ്റ്ററിനോട് പറഞ്ഞു. പിന്നെ ആ വർഷം നടന്ന 2001 ജനുവരി മാസം നടന്ന കൺവെൻഷന് എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ രാജ്ഞി പൂവക്കാലയോട് പറഞ്ഞു, അച്ഛാ എനിക്ക് എവിടെയെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നുണ്ട്. 1 വർഷം പഠിച്ച അച്ഛൻ അറിയാമല്ലോ, ഇനി 1-2 വർഷം കൂടെ പഠിക്കണമെന്നുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചു. രാജാൻ പറഞ്ഞൊരു കാര്യം ഇതാ, മോനേടാ, നീ മാരാമണ്ടൊരു ബൈബിൾ കോളേജ് ഉണ്ട്, അപ്പൊ അവിടെ തന്നെ നിപ്പുണ്ട് പാസ്റ്റർ ഷിബു നെടുവേലി. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇത് ഞാൻ സ്നാനപ്പെടുത്തിയ ചെറുക്കനാ, നിന്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് 2001, 2002, 2003 ഈ 3 വർഷം ദൈവത്തിന്റെ കൃപയാൽ അവിടെ എനിക്ക് പഠിക്കുവാൻ അവസരത്തെ ഒരുക്കി. അല്പമല്ലാത്ത പ്രതിസന്ധികൾ, അല്പമല്ലാത്ത പ്രതികൂലങ്ങൾ. നമുക്കറിയാം, പെന്തക്കോസ്തിലെ ഒരു പാസ്റ്ററിനെ അടിസ്ഥാനപരമായി വേണ്ടിയത് എന്താ? ശബ്ദമാണ്. ശബ്ദമില്ലാത്ത ഉപദേശി ആർക്കും വേണ്ട, ഉള്ള സത്യം പറഞ്ഞ.
ശബ്ദം ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ ശബ്ദമില്ലാത്ത ഉപദേശി ആർക്കാ വേണ്ടിയേ? പാടിയാ കേൾക്കത്തില്ല, പ്രാർത്ഥിച്ചാ കേൾക്കത്തില്ല, ബൈബിൾ വായിച്ചാൽ പോലും ആളുകൾക്ക് തിരിയത്തില്ല. അതാണ് സത്യം. 2001, 2003 ബാച്ചിൽ പഠിച്ച കുറച്ച് പേര് എൻ്റെ കൂടെ അന്ന് മാരാമണ്ണ് പഠിച്ചവരുണ്ട്. അവരോട് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട്. ഇനി ആൾക്കാരെ കളിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഒക്കെ ശരിയാ. ദൈവത്തിന്റെ കൃപയാൽ വളരെ ചുരുക്കമായി പറയട്ടെ, 2003 ഒക്ടോബർ മാസം ദൈവം എന്റെ ശബ്ദം അങ്ങ് മാറ്റി. 2003 ഒക്ടോബർ മാസം ആയപ്പോഴേക്കും എന്റെ ശബ്ദം തമ്പുരാൻ അങ്ങ് മാറ്റി. ഇന്ന് ഒരു 100 വാട്ട്സ് മൈക്കിന്റെ ശബ്ദം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പരസ്യത്തിന് നിന്ന് പ്രസംഗിക്കണമെങ്കിൽ മൈക്കില്ലാതെ പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിക്കും. കാര്യം അത്യാവശ്യം ഒരു മൈക്കിന്റെ ശബ്ദം തമ്പുരാൻ തന്നിട്ടുണ്ട്. ഒരു ചർച്ചിൽ ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്നത് ചർച്ചിൽ പണി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഡെഡിക്കേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ മൈക്കില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചാല് അയലോക്കക്കാർക്ക് കേൾക്കാം. കാര്യം മറ്റൊന്നുമല്ല, അതുപോലെ ശബ്ദം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഏതാണ്ട് ഒരു 98-99 എന്റെ ശബ്ദം പോയത്. നീണ്ട വർഷങ്ങൾ ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു, ഒറ്റപ്പെടിയിൽ അനുഭവിച്ചു. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു: പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ മുഖം ശോഭയേറിയതും നിന്റെ സ്വരം ഇമ്പമേറിയതുമാ. കാരണം എന്താ? പ്രിയനെ നിന്റെ മുഖം ഒന്ന് കാണണം, നിന്റെ സ്വരം ഒന്ന് കേൾക്കണം. അതിനുവേണ്ടി പ്രിയൻ ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രിയൻ വാഞ്ചിക്കുക. സ്തോത്രം. ദൈവം നമ്മുടെ ശബ്ദം മാറ്റി തന്നാൽ, ദൈവം തമ്പുരാൻ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയാൽ, ലോകത്തിൽ ആർക്കും മാറ്റം വരുത്താൻ പറ്റാത്തതുപോലെ ദൈവം തുറന്നാൽ തുറന്നതാ. സ്തോത്രം. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യത്തിൽ പലതും അടയപ്പെട്ട വഴികളാകാം നിങ്ങളുടെ മുൻപിലുള്ളത്. എന്നാൽ സ്വർഗം ഈ രാത്രി ദൂതായിട്ട് വിളിച്ചു പറയുക, അടയപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ടോ പ്രാർത്ഥിപ്പാൻ ഒരു ദൈവവൈദ്യൻ തയ്യാറാണെങ്കിൽ, ഒരു ദൈവദാസൻ പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ, പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ് എന്ന് ഒരിക്കൽ പോലും ഇന്ന് രാത്രി മറന്നു പോകല്ലേ. സ്തോത്രം. കർത്താവ് പ്രവർത്തിച്ചാൽ ഒറ്റ വ്യക്തിക്ക് പോലും തടുക്കാൻ പറ്റത്തില്ല. രാത്രി എത്ര പേർക്ക് ഒരു ദൂതായിട്ട് ഏറ്റെടുക്കാൻ കഴിയും? ഹാഗാറേ, നീ ഏറ്റവും ഇഷ്ടപ്പെട്ട, നീ ഏറ്റവും വേണ്ടപ്പെട്ട, അബ്രഹാം നിന്നെ ഇറക്കി വിട്ടെന്ന് വരും. ഒരു തുരുത്തി വെള്ളവും അടയുമൊക്കെ നൽകി ഇറക്കി വിട്ടെന്ന് വരും. ആ മാതാവിന്റെ പ്രാർത്ഥന ഇതാ: എന്റെ മകന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ ആ മാതാവിന്റെ പ്രാർത്ഥന. എന്നാൽ ഇങ്ങനെ വചനത്തിൽ കാണുന്നത്, പൈതലിന്റെ നിലവിളി ദൈവസന്നിധിയിൽ ചെന്നു. ഒരു കൊച്ചു കുഞ്ഞിരുന്ന് കരയുന്നത് പോലെ കരയാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി ഉറവയെ തുറക്കാൻ ദൈവം ശക്തനാ. നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വലിയൊരു ജാതിയാക്കോ. അതിന് എതിരായിട്ട് വരുന്ന പല പ്രതികൂലങ്ങൾ കണ്ടെന്ന് വരും, പല പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരും. എന്നാൽ ഇതൊന്നും ദൈവിക വാഗ്ദത്തത്തിന്, ദൈവിക പദ്ധതിക്ക്, ദൈവിക പ്ലാന്
ഒരു തടസ്സം അല്ല പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാ. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയുവാൻ കഴിയും, പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് മതിയായവനാ? സ്തോത്രം. ഹാഗാറിന് വേണ്ടി, തന്റെ പൈതലിന് വേണ്ടി ദൈവം അവിടെ ഒരു ഉറവയെ തുറന്നു. സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, 2025 ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഈ ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 7-ാം തീയതിയാണ്. 7-ാം തീയതി 9:30 ഈ ടൈം ഇപ്പൊ ഈ പ്രസംഗിക്കണം. ഇപ്പോഴും ആ ഉറവ വറ്റിയിട്ടില്ല. സ്തോത്രം. ഇപ്പോഴും ഇസ്മായേലിന് വേണ്ടി തുറന്ന ഉറവ വറ്റിയിട്ടില്ല. എത്ര നൂറ്റാണ്ടായി ദൈവം ഉറവ തുറന്നിട്ട്? സ്തോത്രം. എന്തുമാത്രം, എത്ര നൂറ്റാണ്ടായി, എന്തുമാത്രം ഭൂകമ്പം ആ രാജ്യത്തുണ്ടായി. നമ്മുടെയൊക്കെ രാജ്യങ്ങളിൽ ഭൂകമ്പം കൊണ്ട് പട്ടണങ്ങൾ ഇല്ലാതാകുന്നു, ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു, പേമാരി വന്ന് ഗ്രാമങ്ങൾ ഇല്ലാതാകുന്നു. പക്ഷേ അവിടെ മാത്രം ആ ഉറവ ഇന്ന് വരെയും പറ്റിയിട്ടില്ല. കാരണം എന്താ? സിമ്പിൾ. ദൈവം തുറന്നതാ. ദൈവം തുറന്നത് കാരണം അത് വറ്റിയിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി തുറന്ന ഒരു ഉറവയാണെങ്കിൽ വറ്റിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയാൻ കഴിയുമോ? എന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നേക്കുന്ന ഈ മെസ്സേജ് കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെങ്കിലും വളരെ വേദനയോടെ, വളരെ ഭാരത്തോടെ, വളരെ നിരാശയോടെ ഈ മെസ്സേജ് കേൾക്കുക. എന്റെ തലമുറയ്ക്ക് വേണ്ടി ആര് കരുതും? എന്റെ കടഭാരത്തിന് വേണ്ടി, കടഭാരം മാറാൻ വേണ്ടി ആര് കരുതും? എന്റെ വീടിന്റെ പണിക്ക് വേണ്ടി ആര് കരുതും? പ്രിയ ദൈവ വൈദ്യരെ, ലോകത്തിൽ ആര് കരുതാനില്ലെങ്കിലും ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി ഉണ്ട്. അതുകൊണ്ടാ പാട്ടുകാരൻ പാടുന്നത്, ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ പാരിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. സ്തോത്രം. എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി സഹായകനായിട്ട് ലോകത്തിൽ ആരും കണ്ടില്ലെന്ന് വരും, സ്വന്തം മാതാപിതാക്കൾ കണ്ടില്ലെന്ന് വരും. ദാവീദ് വിളിച്ചു പറയുക, എന്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം പോലും നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ തരാതെ നിങ്ങളുടെ ആട്ടിപ്പായിക്കുന്ന ഒരു അനുഭവം കണ്ടെന്ന് വരാം. എന്നാൽ സ്വർഗം വിളിച്ചു പറയുക, ആര് നിങ്ങളെ ആട്ടിപ്പായിച്ചാലും ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളും. തന്നില്ലെങ്കിലും ഞാൻ നിനക്ക് തരേണ്ടത് തരും, നിന്നെ മാനിച്ചുയർത്തും. ഇനി ദൈവം തലമുറകളെയും അവരുടെ കൊച്ചുമക്കളെയൊക്കെ അനുഗ്രഹിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മുടെ കണ്ണാന്ന് ഇത് കാണുമെന്ന്, നമ്മൾ ഇത് അനുഭവിക്കുമെന്ന്. ഇപ്പൊ ഞാൻ ചോട്ടെ, ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെയും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വൈഫ് നാളെ പറയും, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മരിച്ചിട്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിലും അവരുടെ മക്കളുടെ ജീവിതം, അതായത് എൻ്റെ കൊച്ചുമക്കളുടെ ഒക്കെ ജീവിതം ദൈവം നന്മ തന്നോണ്ട് എനിക്ക് എന്നാ കാര്യം? ഞാൻ മരിച്ചിട്ട് ആ നന്മ, ഞാൻ പെന്തക്കോസ്തിലെ ആദ്യത്തെ തലമുറയാ, ആ നന്മ ഞാൻ കാണണം, ആ നന്മ എനിക്ക് അനുഭവിക്കാൻ കഴിയണം. ആ നന്മ എനിക്ക് കാണാൻ പറ്റാതെ
ആ നന്മ എനിക്ക് അനുഭവിക്കാൻ പറ്റാതെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കണ്ണടയതിനു മുമ്പ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കണ്ണാൽ കാണും. ഒരിക്കൽ പോലും നമ്മൾ മൺമറഞ്ഞിട്ടല്ല ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത്. ദൈവം നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെയൊക്കെ നമ്മൾ മരിച്ചതിന് ശേഷം അനുഗ്രഹിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ജീവിതകാലത്ത് തന്നെ ഒരു ദൈവവൈദ്യന് പറയുവാൻ സാധിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്റെ ജീവിതകാലത്ത് തന്നെ എന്റെ ദൈവം മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ശക്തിയോടുകൂടി ഒരു ദൈവവൈദ്യന് പറയുവാൻ സാധിക്കും. സ്തോത്രം. വരട്ടെ. ഒത്തിരി ജീവിതത്തിൽ നിന്ദകൾ, വേദനകൾ, അപമാനങ്ങൾ ഞാൻ സഹിച്ചു. മറ്റൊന്നിലുമല്ല, എന്റെ ശബ്ദത്തിൽ ദൈവം തമ്പുരാൻ മാറ്റി. ജീവിതത്തിൽ ഇതുപോലെ നീർന്ന വേദനയുമായി, നീർന്ന ഭാരവുമായി, രോഗവുമായിട്ടാകാം ചിലരെങ്കിലും ഈ വചനം കേൾക്കുന്നത്. ഒറ്റ അനുഭവം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുക. എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ഒരു കാര്യം കൂടെ, ഒരു അനുഭവം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. എന്റെ ബൈബിൾ കോളേജിൽ പഠിച്ച് മാരാവണ്ണം പഠിച്ച് നിർത്തിയത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. വിവാഹ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് കേൾക്കാം. ഇപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ ചർച്ചിൽ കഴിഞ്ഞ മാസം സംഭവിച്ചൊരു കാര്യം, ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ദൈവകൃപയിൽ കടന്നു വന്ന ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് കീഴ്ത്താടി മാറ്റിവെച്ചത്, കീഴ്ത്താടി കുറച്ച് വർഷത്തിന് മുൻപ് സ്റ്റീലായത്, ബാക്കിയൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിന്റെ വായ്ക്കകം ഒന്ന് പൊട്ടി. വായ്ക്കകം പൊട്ടിയപ്പം ഇദ്ദേഹം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയായത് കാരണം അവിടെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതല്ലേ, ബയോപ്സി ചെയ്യണം. ഇത് കേട്ടപ്പോഴേ ഈ മനുഷ്യന്റെ പകുതി ജീവൻ പോയി. കാര്യം ഈ ബയോപ്സിയുടെ സുഖവും ഇതിന്റെ ഇഞ്ചക്ഷന്റെ സുഖമൊന്നും നമുക്കൊന്നും അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. കാര്യം ദൈവത്തിന്റെ കൃപ അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല. ഉലകത്തിൽ ആർക്കും വരാതിരിക്കട്ടെ. അത് ഇവരുടെ ടെൻഷൻ നമുക്ക് കാണാൻ വയ്യാത്ത, ഇവരുടെ മാനസിക അവസ്ഥ നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. പച്ചയ്ക്ക് കീറി വായിക്കകത്തുനിന്ന് സ്രവം എടുത്തു. 3-4 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. സ്റ്റിച്ച് ഇടുന്നത് പോലും ഈ മനുഷ്യന് അറിഞ്ഞു. റിസൾട്ട് വന്നു, പോസിറ്റീവ്. ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്. നെഗറ്റീവ് ആകാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ പോസിറ്റീവ് ഞങ്ങൾ ശരിക്കും ഭാരപ്പെട്ടു. സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യനുമാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ വന്നാൽ കൈവിട്ടു പോകും അവരുടെ അനുഭവങ്ങളൊക്കെ. ഒരു വ്യാഴാഴ്ച ഇദ്ദേഹം തന്നെയാ റിസൾട്ട് വാങ്ങിക്കാൻ ചെയ്യുന്നത്. അന്നേരം അറിയുന്നത് പോസിറ്റീവ് തന്നെ ഉള്ളതുകൊണ്ട് ആ സെഷനിലേക്ക് പോയി ട്രീറ്റ്മെന്റ് ആരംഭിക്കാൻ പറ്റത്തില്ല. ഈ വായിക്കകത്തെ ആയത് കാരണം അതിന്റെ ട്രീറ്റ്മെന്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചൊവ്വായും വ്യാഴമേ എടുക്കും. ഇദ്ദേഹം ചെന്നത് ഒരു വ്യാഴാഴ്ചയാണ്. വീട്ടിൽ നിന്ന് ആരും ചെല്ലാൻ കൂട്ടത്തിൽ ഇല്ലാഞ്ഞത് കൊണ്ട് പിറ്റേ ചൊവ്വാഴ്ച ചെല്ലാമെന്ന് പറഞ്ഞ് പോന്നു. ഞായറാഴ്ച ഇവിടെ വന്ന് വളരെ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. മുഴുവൻ പേരും, കുറച്ചുപേരെ ഉള്ളൂ സഭയില്, ഉള്ളവര് മുഴുവൻ പേര് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു വിടുതൽ കൊടുത്തേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ വളരെ ചുരുക്കമായി പറയട്ടെ, ഇദ്ദേഹം ചെന്നു. ഡോക്ടർ പറഞ്ഞു, ട്രീറ്റ്മെന്റ് നമുക്ക് ആരംഭിക്കാം, കുഴപ്പമില്ല, പക്ഷേ ഒന്നുകൂടെ ഒന്ന് റിസൾട്ട് നമുക്കൊന്ന് നോക്കാം, ഒന്നുകൂടെ ഒന്ന് ബയോപ്സി
നമുക്ക് ചെയ്യാം. കാരണം അങ്ങനെ പറയത്തില്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ പറയത്തില്ല. അവർ ട്രീറ്റ്മെന്റ് ആരംഭിക്കത്തേ ഉള്ളൂ. കാര്യം അവിടെ തന്നെ ചെയ്തതായോണ്ട്. ഇതെന്തോ ഡോക്ടറിന് അങ്ങനെ പറയാൻ തോന്നി, രണ്ടാമത് ഒന്നുകൂടെ ബയോപ്സി ചെയ്യാമെന്ന്. എടുത്ത ഇദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, ഇനി എന്റെ ബയോപ്സി ചെയ്യാൻ എടുത്താല് ഞാൻ ചത്തുപോകത്തേയുള്ളൂ, അതുകൊണ്ട് ഇനി എടുക്കാനൊന്നും പോകണ്ട, ചെയ്തത് ഇരിപ്പുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് ചെയ്താൽ പോരെ. ഡോക്ടർ പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ, പഴയ തന്നെ നമുക്ക് എടുത്തു വെച്ചേക്കുന്നത് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ചുരുക്കമായി പറയട്ടെ, രണ്ടാമത് ബയോപ്സി ചെയ്തു, റിസൾട്ട് കിട്ടി നെഗറ്റീവ്. ഇത് രണ്ടും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ആദ്യ റിസൾട്ട് പോസിറ്റീവും രണ്ടാം റിസൾട്ട് നെഗറ്റീവും. തോളത്ത് തട്ടി ഡോക്ടർ പറഞ്ഞു, പൊക്കൂ, ഒരു കുഴപ്പവുമില്ല. കരഞ്ഞാൽ മറുപടിയുണ്ട്. ക്യാൻസറിന്റെ മേൽ അധികാരം ലോക ഡോക്ടറിനല്ല. അവരുടെ നോട്ടത്തിൽ പിഴച്ചു പോകും, അവരുടെ നോട്ടത്തിൽ തെറ്റ് സംഭവിക്കും. ചിലപ്പോൾ ഒന്നുകൊണ്ടൊന്ന് ഈ പ്രസംഗിക്കുന്ന എനിക്കൂടൊന്ന് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കൾക്ക് വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് വേരുകളൊന്ന് ഇറങ്ങാൻ വേണ്ടിയാ, അദ്ദേഹത്തിന് അതിന്റെ സാക്ഷ്യം ഒന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയാ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറയുവാൻ ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മാരക രോഗത്തോടെ ഈ വചനം കേൾക്കുന്ന, അനുഭവ സാക്ഷ്യം കേൾക്കുന്ന ചില വ്യക്തികളെങ്കിലും ഈ ലൈവിൽ ഉണ്ട്, അല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സൗഖ്യദായകനായ കർത്താവ്, വിടുതൽ നൽകുവാൻ കഴിയുന്ന കർത്താവ്, ആ നല്ല കർത്താവിന്റെ വലിയ കരം ഇന്ന് രാത്രി നീട്ടി കർത്താവ് സൗഖ്യമാക്കാൻ പോകുക, വിടുതൽ നൽകാൻ പോകുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് വചനത്തിൽ എഴുതി വെക്കുക മാത്രമല്ല, ഞങ്ങളുടെ സഭയിലുള്ളവർ തീരാ രോഗത്തെ, മാറാ രോഗത്തെ, ക്യാൻസർ വന്ന പേഷ്യന്റിന് വരെ അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണാൽ കഴിഞ്ഞെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്ക് സ്തോത്രം ചെയ്യുന്നു. ആകാശഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് തന്നതിനാ സ്തോത്രം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ തന്നതിനാ സ്തോത്രം. കടഭാരത്താൽ ഭാരപ്പെട്ട് ഈ വചനം കേൾക്കുന്നവർക്ക് സ്തോത്രം. കർത്താവ് വഴികളെ തുറക്കണമേ. കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. വ്യക്തിപരമായി ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ കർത്താവ് പ്രവർത്തിക്കണമേ. തലമുറകളുടെ വിഷയങ്ങൾ മേൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കണമേ. മാറാ രോഗത്താൽ, തീരാ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഇന്ന് രാത്രി ആ സൗഖ്യത്തിന്റെ വിടുതലിനെ കരം കർത്താവ് അവിടെ നീട്ടിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തിരിക്കുക സ്തോത്രം. വൻ ദൈവ പ്രവർത്തി കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുക സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന വിനയരിയോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹീതമേറിയ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല, അത്രമാത്രം ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ജീവിതത്തിൽ അവർണ്ണനീയമാവണ്ണം ദൈവം നടത്തിയ വിധം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ശബ്ദം എങ്ങനെയാണ് മാറി മറിഞ്ഞതെന്ന്. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആൺപൈതലിന്റെ ശബ്ദം കേട്ടു. അവന് വിവാഹാലോചനകളെല്ലാം വരുമ്പോൾ അവന്റെ ശബ്ദത്തിന്റെ പേരിലാണ് വിവാഹം മാറി മറിഞ്ഞു പോകുന്നത്. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ ആശിച്ചു പോവുകയായിരുന്നു, ഈ സാക്ഷ്യം ആ കുഞ്ഞൊന്ന് കേട്ടിരുന്നുവെങ്കിൽ. താനും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദൈവദാസന്റെ മകൻ തന്നെയാണ്. അപ്പം ഈ സാക്ഷ്യം ഒന്ന് അവൻ കേട്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഉള്ളാലെ ആഗ്രഹിച്ചു പോയി. കാരണം ഇന്ന് പലർക്കും ആമേൻ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. പല ജീവിതങ്ങൾ ഇന്ന് അതേ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെല്ലാവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ്. അതൊക്കെ വിവരിച്ചാൽ ഒത്തിരി ദൈവദാസന് പറയുവാനുണ്ട്, അല്ലേ? ഒത്തിരി അനുഭവങ്ങൾ കൃപയാൽ ദൈവം അതിനൊക്കെ നിലനിർത്തുന്നല്ലോ. ഞാൻ ഈ ഭാഗം ഇവിടെ ഒന്ന് ബൈൻഡപ്പ് ചെയ്യട്ടെ. സ്തോത്രം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, അനുഗ്രഹീതമായ നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്തദാസനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവമേ,
അങ്ങ് സകലത്തെയും ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ്. ഇല്ലാത്തതിനെ ആമേൻ. ഉള്ളതുപോലെ വിളിച്ചു സ്തോത്രം, വരുത്തുവാൻ സ്തോത്രം. കഴിവുള്ള ദൈവമാ. അങ്ങയുടെ അഭിഷിക്തനെ കർത്താവെ ഇത്രത്തോളം സഹായിച്ചല്ലോ. ആ ആ ശബ്ദം മടക്കി കൊടുത്തു. ദൈവമേ, ഇന്ന് ഈ ശബ്ദം എന്റെ ക്രിസ്തുവേ, സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉയർത്തുവാൻ ദൈവമിടയാക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് എത്ര വർണ്ണിച്ചാലും മതി വരിയില്ല കർത്താവെ. അവിടുത്തെ സ്നേഹം അത്രമാത്രം വലിയതാ. ഇന്ന് ഈ കേൾക്കുന്ന ഓരോ ക്രിസ്തുവേ, സ്തോത്രം. കർത്താവെ, ഹൃദയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗം ആശ്വാസവും വിടുതലും കൽപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനെ കുടുംബമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിലായിരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ചാട്ടെ, നന്മകളാൽ നിറച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ നടുവിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്തദാസന് ആമേൻ ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാറാനാഥ.